Good evening. I am Akshaya. I had an All India rank of 2627 in the year 2020, and now I am doing MBBS in AIMS Nagpur, and I am a third year student. Today is the part 3 for the chapter Respiration in Plants. നമ്മൾ ഓൾറെഡി ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു, സൈക്കിൾസ് ഡിസ്കസ് ചെയ്തു, ആൻഡ് ഇനി നമുക്ക് NCERT സൊല്യൂഷനും കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇന്ന് സോൾവ് ചെയ്യണം. ആൻഡ് എനിക്ക് ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയാനുണ്ടെന്ന് വെച്ചാൽ മോർ ദൻ ലൈൻ ബൈ ലൈൻ ഇൻ ദിസ് ചാപ്റ്റർ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, സൈക്കിൾസ് പഠിക്കുക, കോൺസെപ്ച്വലി ക്വസ്റ്റ്യൻസ് ചോദിക്കും, പിന്നെ കുറച്ച് കെമിസ്ട്രി ടൈപ്പ് ബയോ കെമിസ്ട്രി ലൈക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പോൾ ലൈൻ ടു ലൈൻ ഈ ചാപ്റ്ററിൽ ഞാൻ ഡിസ്കസ് ചെയ്ത മെയിൻലി കോൺസെപ്റ്റ്സ് മാത്രമാണ്. ലൈൻ ടു ലൈൻ ഡിസ്കഷൻ നടന്നിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ലൈൻ ടു ലൈൻ കുറവാ ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി കോൺസെപ്റ്റ് അറിയാം, കോൺസെപ്റ്റും സൈക്കിൾസും അത്രയും ബൈ ഹാർട്ട് ആണെങ്കിൽ നിങ്ങൾ ലൈൻ ടു ലൈൻ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്ത് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു. ആദ്യം യൂണിവേഴ്സൽ പ്രോസസ് ഗ്ലൈക്കോളിസിസ് അല്ലെങ്കിൽ EMP പാത്വേ പഠിച്ചു. അത് കഴിഞ്ഞ് ഫെർമെന്റേഷൻ പഠിച്ചു. അതിന്റെ 2 ടൈപ്സ്, ലാക്ടേറ്റ് ഫെർമെന്റേഷനും ആൽക്കഹോളിക് ഫെർമെന്റേഷനും പഠിച്ചു. എയറോബിക് റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഡിസ്കസ് പഠിച്ചു. അത് ക്രെബ് സൈക്കിൾ പ്ലസ് റിയാക്ഷൻ ആണ് പറഞ്ഞിരുന്നു. ആൻഡ് ഇലക്ട്രോൺ പഠിച്ചു. അപ്പൊ നമ്മൾ ബേസിക്കലി ഫണ്ടമെന്റലി പണ്ട് തൊട്ടേ അറിയാവുന്ന കാര്യം എന്താ, ഓക്സിജന്റെ നീഡ് ഉണ്ടെന്ന്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ഏത് സ്റ്റെപ്പിലാണ് നമ്മളിവിടെ ഓക്സിജന്റെ നീഡ് വന്നത്? ഗ്ലൈക്കോളിസിൽ ഓക്സിജൻ യൂസ്ഡ് ആയിരുന്നോ? അല്ല. ലിങ്ക് റിയാക്ഷനിൽ ഉപയോഗിച്ചിരുന്നോ? ഇല്ല. പിന്നെ അടുത്ത ഏതാ? ക്രെബ് സൈക്കിൾ ഉപയോഗിച്ചിരുന്നോ? അല്ല. പിന്നെ ഏതാ? നമ്മൾ ആകെ ഉപയോഗിച്ചത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ലാസ്റ്റ് ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആരാന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ എന്ത് പറഞ്ഞു? ഓക്സിജൻ ആണ്. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ അല്ലെങ്കിൽ ഈ 4 സ്റ്റെപ്സിൽ ആക്ച്വലി ഏതാണ് ഓക്സിജൻ റിക്വയറിംഗ് സ്റ്റെപ്പ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. പിന്നെ ഞാൻ പറഞ്ഞു ക്രെബ് സൈക്കിൾ കഴിയുമ്പോൾ മെട്രിക്സിൽ NADH-ഉം FADH2-ഉം അക്യൂമുലേറ്റ് ചെയ്തിരുന്നു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് എങ്ങനെയെങ്കിലും എനർജി ഉണ്ടാക്കണം. ഈ എനർജി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം, എനർജി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ ത്രൂ ഡിഫറെന്റ് കാരിയേഴ്സ് നടക്കണം. അങ്ങനെ ഇലക്ട്രോൺ ചാടി ചാടി ഒരു കാരിയറിന് മറ്റേ കാരിയറിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ പോകുമ്പോൾ ആ എനർജി, കുറച്ച് എനർജി കിട്ടും നമുക്ക് ആ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ കാരണം. ആ എനർജി ഉപയോഗിച്ച് നമ്മളൊരു ഗ്രേഡിയന്റ് ഉണ്ടാക്കാണ്. അതായത് നമ്മൾ എന്തുണ്ടാക്കും? ഒരു ഗ്രേഡിയന്റ്. അതായത് H+ നിന്ന് H+, വിച്ച് ഇസ് പ്രസന്റ് ഇൻ NADH and FADH2, വിച്ച് ഇസ് ഓൾറെഡി ഇൻ മെട്രിക്സ്. അതിനെ നമ്മളെടുത്ത് ഇന്റർമെംബ്രേനസ് സ്പേസിലേക്ക് കൊടുത്തു. ഇന്റർമെംബ്രേനസ് സ്പേസിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഗ്രേഡിയന്റ് ഉണ്ടാവാണ്, പ്രോട്ടോൺ ഗ്രേഡിയന്റ്. അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ് ഉണ്ടാവാം. ആ ഗ്രേഡിയന്റ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണം. അതായത് കൊണ്ടുപോയ H+നെ തിരിച്ച് നമ്മൾ ഏത് വഴി, ATP സിന്തേസ് അല്ലെങ്കിൽ കോംപ്ലക്സ് 5 വഴി തിരിച്ച് നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലം അല്ലെങ്കിൽ മെട്രിക്സിലേക്ക് തിരിച്ചു വിടുമ്പോൾ ആ ഗ്രേഡിയന്റ് ബ്രേക്ക് ഡൗൺ ആവും. ആ എനർജി ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ഉപയോഗിച്ച് എന്തുണ്ടാവും? ADP ഫോസ്ഫോറൈലേഷൻ നടന്ന് ATP ഉണ്ടാവും. ഇങ്ങനെ എനർജി കറൻസി അല്ലെങ്കിൽ പ്ലാന്റ്സിന് അതിന്റെ ലൈഫ് പ്രോസസ്സസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എനർജി കിട്ടി. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. പിന്നെ പഠിക്കേണ്ട കാര്യം അറിയാലോ, കോംപ്ലക്സസ് ഏതിന്റെയാ, അതിന്റെ പേരെന്താ, കോംപ്ലക്സ് 1, 2, 3, 4, 5ന്റെ പേര്, അതിന്റെ കണ്ടന്റ്സ് അല്ലെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ്. ആൻഡ് NADH നിന്നാണ് എനർജി ഉണ്ടാക്കുന്നതെങ്കിൽ ഏതൊക്കെ കോംപ്ലക്സ് ആവശ്യമുണ്ട് നമ്മൾ പറഞ്ഞു? 1, 3 and 4. FADH ഉണ്ടാക്കുന്നതാണെങ്കിൽ ഏതൊക്കെ വേണമെന്ന് പറഞ്ഞു? 2, 3 and 4 മതി എന്ന് പറഞ്ഞു. ഇനി ഒരു NADH ഉണ്ടാക്കുമ്പോൾ എത്ര ഇലക്ട്രോൺ അല്ലെങ്കിൽ എത്ര പ്രോട്ടോൺ ആണ് പമ്പ് ആയതെന്ന് നമ്മൾ പറഞ്ഞു. എത്ര? ഒരു ETSൽ ഒരു NADHന് 10H+ പമ്പ് ആയിരുന്നു. അതേസമയം ഒരു FADH2ന് 6H+ പമ്പ് ആവുന്നുള്ളൂ. ഇനി FADH2ന്റെ H+ ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ FADH2 വെൻ ഇൻവോൾവ് ഇൻ ETS ഏത് കോംപ്ലക്സിന് അല്ലെങ്കിൽ ഏത് കോംപ്ലക്സിനാണ് H+ പമ്പിങ് ആക്ടിവിറ്റി ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? കോംപ്ലക്സ് 2 അല്ലെങ്കിൽ സക്സിനെ ഡീഹൈഡ്രോജനേസ് ഇന് നോ പമ്പിങ് ആക്ടിവിറ്റി എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഞാൻ ഒരു റിവിഷൻ പോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ക്രെബ് സൈക്കിളിലെ എല്ലാ എൻസൈംസും മെട്രിക്സിലായിരുന്നു എക്സെപ്റ്റ് 1. വിച്ച് വൺ എന്ന് ചോദിച്ചാല് ഏതാ?
സക്സിനെ ഡീഹൈഡ്രോജനേസ് എവിടെയായിരുന്നു? സക്സിനെ ഡീഹൈഡ്രോജനേസ് ഇന്നർ മെംബ്രെയിനിലായിരുന്നു. മെട്രിക്സിലായിരുന്നില്ല. അതും ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ കെമിയോ ഓസ്മോസിസ് പഠിച്ചു. ഈ ഇലക്ട്രോൺ ഗ്രേഡിനെ നമ്മൾ ഏതാ കോംപ്ലക്സ് 5 കൊണ്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ADPന്റെ ഫോസ്ഫോറൈലേഷൻ നടന്ന് എന്ത് കിട്ടി? നമുക്ക് ATP കിട്ടി. ഇനി ബാലൻസ് ഷീറ്റ് കണ്ടു, എത്ര ATP എന്നൊക്കെ പഠിച്ചു. ഓരോ ടേണിനും എത്രയാ, ടോട്ടൽ ഒരു പെർ ഗ്ലൂക്കോസ് മോളിക്യൂളിന് എത്രയാന്ന് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആംഫിബോളിക് പാത്വേ ആണെന്ന് കണ്ടു. റെസ്പിറേറ്ററി കോഷ്യന്റ് പഠിച്ചു. അതിന്റെ ന്യൂമോണിക്സ് വുമൻ ഫൈനലി പാസ്ഡ് ഇൻ കെമിസ്ട്രി ആൻഡ് ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് ന്യൂമോണിക് പഠിച്ചു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് NCERT ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ NCERT സൊല്യൂഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റെസ്പിറേഷൻ ആൻഡ് കമ്പസ്റ്റൻ. നമുക്കറിയാം റെസ്പിറേഷൻ എന്താ? ബയോകെമിക്കൽ പ്രോസസ് ആണ്. ലിവിങ് ഓർഗാനിസംസിൽ കാണുന്ന കുറച്ച് കെമിസ്ട്രിയും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബയോകെമിക്കൽ പ്രോസസ് ആണ് റെസ്പിറേഷൻ. കമ്പഷൻ എന്താ? കമ്പഷൻ കംപ്ലീറ്റ്ലി കെമിക്കൽ പ്രോസസ് ആണ്. അതായത് നോൺ ലിവിങ് തിങ്ങിനെ നമ്മൾ കമ്പസ്റ്റ് ചെയ്ത് അതിന്റെ പ്രോഡക്ട്സ് ഉണ്ടാക്കുമല്ലോ. അപ്പൊ അതൊരു കെമിക്കൽ പ്രോസസ് ആണ്. അത് എവിടെയാണ് നടക്കുന്നത്? നോൺ സെല്ലുലാറിലാണ് നടക്കുന്നത്. നോൺ സെല്ലുലാർ ഓർഗാനിസത്തില്. ഇനി റെസ്പിറേഷനിൽ എനർജി എങ്ങനെയാണ് ട്രാപ്ഡ് ആവുന്നത്? ATPന്റെ ഫോമിലാണ് ട്രാപ്പ് ആവുന്നത്. കമ്പഷൻ ബീങ് ആൻ എക്സോതെർമിക് പ്രോസസ്, അതിന് ATP ഫോംഡ് ആവുന്നുണ്ടോ? ജസ്റ്റ് റിലീസ് ആസ് ഹീറ്റ് ആണ് നടക്കുന്നത്. അപ്പൊ ATP ഒന്നും ഉണ്ടാവുന്നില്ല. അത് അടുത്ത പോയിന്റ്. ഇനി റെസ്പിറേഷൻ നമുക്കറിയാം സ്മോൾ സീക്വൻസ് ഓഫ് സ്റ്റെപ്പ് വൈസ് ഉള്ള സീക്വൻസ് ഓഫ് റിയാക്ഷൻ ആണെന്ന് അറിയാം. അപ്പൊ എങ്ങനെയാ? എനർജി ഈസ് റിലീസ്ഡ് ഇൻ സ്റ്റേജസ് വെൻ ബോൺസ് ആർ ബ്രോക്കൺ. പക്ഷെ കമ്പസ്റ്റനിൽ എങ്ങനെയാ? ഒരു ഒറ്റയടിക്ക് എല്ലാ എനർജിയും ഹീറ്റ് ആയിട്ട് പുറത്തേക്ക് റിലീസാ ചെയ്യുന്നത്. ഇനി റെസ്പിറേഷൻ ഇന്റർമീഡിയറ്റ്സ് ഉണ്ട്, കമ്പസ്റ്റനിൽ നോ ഇന്റർമീഡിയറ്റ്സ്. ഇനി റെസ്പിറേഷന്റെ ടെമ്പറേച്ചർ എങ്ങനെയാ? ടെമ്പറേച്ചർ റിമെയിൻസ് ലോ. മറ്റേതിൽ കമ്പഷൻ എങ്ങനെ? നല്ല ചൂടൊക്കെ ഉണ്ടാവും. ഒരു സാധനം നമ്മൾ കമ്പസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ചൂട് പുറത്തേക്ക് വരും, നമുക്കറിയാലോ. അപ്പൊ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ. അപ്പൊ അത് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത്, വാട്ട് ആർ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ്? നെയിം ദ മോസ്റ്റ് കോമൺ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് എന്തൊക്കെയാ. What is respiratory substrates? Organic substances that are oxidized during respiration to liberate energy inside the living cells. Respiratory substrate definition നോക്കി. ഇനി common respiratory substrates നമുക്കറിയാം carbohydrates, proteins, fats and organic acid. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, give the schematic representation of glycolysis. സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഗ്ലൈക്കോളിസിസ് നമ്മൾ ചാപ്റ്റർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. എന്താ? ഗ്ലൈക്കോളിസിസ് യൂണിവേഴ്സൽ പ്രോസസ് ആയിരുന്നു. പിന്നെന്താ പറഞ്ഞത്? എല്ലാ ഓർഗാനിസംസിലും നടക്കും. എയറോബിക്കോ അനേറോബിക്കോ എന്തോ ആയിക്കോട്ടെ ഗ്ലൈക്കോളിസിസ് നടന്നിരിക്കും. പിന്നെ അതിന്റെ സബ്സ്ട്രേറ്റ് എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് എന്താവും ആദ്യം? നമ്മൾ ഇത് പഠിച്ചിരുന്നു, ന്യൂമോണിക് പഠിച്ചിരുന്നു. ആ ന്യൂമോണിക് വെച്ച് ഒന്ന് റിവൈസ് ചെയ്യാം. ആൻഡ് ഈ ടേബിള് ഞാൻ ഓൾറെഡി ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതൊന്നും കൂടി റിവൈസ് ചെയ്യാം. ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, എവിടെങ്കിലും കാണുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു A4 ഷീറ്റിൽ എഴുതിയിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് എല്ലാ ദിവസവും കാണുന്ന രീതിയിൽ അത്രയും ഫെമിലിയർ ആയിരിക്കണം ഓരോ സ്റ്റെപ്പും. ഇനി വാട്ട് ആർ ദ മെയിൻ സ്റ്റെപ്സ് ഇൻ എയറോബിക് റെസ്പിറേഷൻ? വേർ ഡസ് ഇറ്റ് ടേക്ക് പ്ലേസ്? മെയിൻ സ്റ്റെപ്സ് ഇൻ എയറോബിക് റെസ്പിറേഷൻ എന്താ? എവിടെയാണ് നടക്കുന്നത്? ഞാൻ പറഞ്ഞിരുന്നു. എന്താ മെയിൻ സ്റ്റെപ്സ്? എന്താ? ഗ്ലൈക്കോളിസിസ് ഉണ്ട്, അതിന് ലിങ്ക് റിയാക്ഷൻ കണ്ടു, ക്രെബ്സ് സൈക്കിൾ കണ്ടു, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം കണ്ടു, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ കണ്ടു. അതിന്റെ സൈറ്റ്സും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി give the schematic representation of an overall view of Krebs cycle. Krebs cycle എന്താ? നമുക്ക് അറിയാം. ഓഫീസർ ആകാശിന്റെ ആ ന്യൂമോണിക് ഒന്ന് റിവൈസ് ചെയ്യാം. ഈ സൈക്കിള് അറിഞ്ഞിരിക്കാം. എക്സ്പ്ലെയിൻ ETS. ETS എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഇന്നും ഡിസ്കസ് ചെയ്തു, ഇന്നലെയും ഡിസ്കസ് ചെയ്തു. അതിന്റെ സൈറ്റ് ഏതാ ഡിസ്കസ് ചെയ്തു. അതിന്റെ മോട്ടീവ് എന്താ? എന്തിനാ ചെയ്യുന്നത്? എവിടെയാ നടക്കുന്നത്? ഏതൊക്കെ കോംപ്ലക്സസ് ആ ഇൻവോൾവ്? NADH ഏതൊക്കെ കോംപ്ലക്സ് ഇൻവോൾവ് ആയി? FADH2 ഏതൊക്കെ കോംപ്ലക്സ് ഇൻവോൾവ് ആയി? ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഡിസ്റ്റിംഗ്വിഷ് between the following: aerobic respiration and anaerobic respiration. ഇത് ഈസിയാണ്. എയറോബിക് റെസ്പിറേഷൻ എന്താ? ഓക്സിജന്റെ പ്രസൻസിൽ. അനേറോബിക് റെസ്പിറേഷൻ എന്താ? ഓക്സിജന്റെ ആബ്സെൻസിൽ. എയറോബിക് റെസ്പിറേഷനിൽ
എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നുണ്ട്. ഏത് തമ്മില്? ഓർഗാനിസം എൻവയൺമെന്റും തമ്മില് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നുണ്ട് എയറോബിക് റെസ്പിറേഷനിൽ. പക്ഷെ അനേറോബിക് റെസ്പിറേഷൻ അങ്ങനെ നടക്കുന്നുണ്ടോ? ഇല്ല. ഇനി സൈറ്റ് ഏത് എയറോബിക് റെസ്പിറേഷന്റെ? നമുക്കറിയാം സൈറ്റോപ്ലാസം ആൻഡ് മൈറ്റോകോൺഡ്രിയ. പക്ഷെ അനേറോബിക് റെസ്പിറേഷൻ എങ്ങനെയാ? ഓൺലി ഇൻ സൈറ്റോപ്ലാസം. ആൻഡ് എയറോബിക് റെസ്പിറേഷന്റെ എൻ പ്രോഡക്ട്സ് എന്താ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. അനേറോബിക്കിന്റെ ഏതാ? കാർബൺ ഡൈ ഓക്സൈഡും എത്തനോളും. ഇതും ഒന്ന് പഠിച്ചു വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി അസംഷൻസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ കാൽക്കുലേഷൻ ഓഫ് നെറ്റ് ഗെയിൻ ഓഫ് ATP? ഇത് ഡയറക്റ്റ് അല്ല, കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താ അസംഷൻസ്? എന്താ? നമ്മൾ ഓൾറെഡി NCERT ഫസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഗ്ലൈക്കോൾസും ക്രബ്സ് സൈക്കിളും ETSും ഒരു സീക്വൻഷ്യൽ മാനറിലാണ് നടക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നെറ്റ് ഗെയിൻ ഓഫ് ATP കാൽക്കുലേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ എന്താ, ഗ്ലൈക്കോളിസിസും ക്രബ്സ് സൈക്കിളും ETS എല്ലാം വേറെ വേറെ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് സീക്വൻഷ്യലി ടോട്ടൽ 38 ATP ആണ് മാക്സിമം ഗെയിൻ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല. ആൻഡ് പിന്നെന്താ, NADH which is produced during glycolysis enters into mitochondria to undergo oxidative phosphorylation. നമ്മൾ ഓൾറെഡി പറഞ്ഞത് NADH ഉണ്ടായിരുന്നു. അതിനാണ് നമുക്ക് എന്താ യൂക്കറിയോട്ടിൽ സൈറ്റോപ്ലാസിന് NADH അല്ലെങ്കിൽ FADH2 എടുത്തിട്ട് NADH എടുത്തിട്ട് മെട്രിക്സിലേക്ക് കൊടുക്കുമ്പോൾ ട്രാൻസ്പോർട്ടിന് 2 എനർജി എക്സ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് പറയാൻ കാരണം എന്താ, നമുക്ക് ഇത് ഓൾറെഡി അസ്യൂം ചെയ്ത് വെച്ചതുകൊണ്ടാണ്. അപ്പൊ അത് സെക്കൻഡ് അസംഷൻ. തേർഡ് അസംഷൻ, NADH ജനറേറ്റ് ചെയ്യുന്നത് 3 ATP മോളിക്യൂൾസ് ആണെന്നും FADH2 ജനറേറ്റ് ചെയ്യുന്ന 2 മോളിക്യൂൾസ് ATP ആണെന്നും അസ്യൂം ചെയ്തു. ഇനി ലാസ്റ്റ് എന്താ, ഗ്ലൂക്കോസ് ഇസ് അസ്യൂം ടു ബി ദ ഓൺലി സബ്സ്ട്രേറ്റ്. ഇത്രയും നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നെറ്റ് ഗെയിൻ ഓഫ് ATPയുടെ കാൽക്കുലേഷൻ നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, റെസ്പിറേറ്ററി പാത്വേ ഇസ് എൻ ആംഫിബോളിക് പാത്വേ. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആംഫിബോളിക് എന്ന് വെച്ചാൽ എന്താ? കാറ്റബോളിക് പ്ലസ് ആനബോളിക്കിനാണ് ആംഫിബോളിക് എന്ന് പറയുന്നത്. കാറ്റബോളിക് പാത്വേയിൽ എന്താ സംഭവിക്കുക? സബ്സ്ട്രേറ്റ്സ് ആർ ബ്രോക്കൺ ഡൗൺ ടു ഡിറൈവ് എനർജി. അതാണ് നമ്മൾ ഇതിൽ കാണുന്നത്. എന്താ? കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൂക്കോസ് ആയി, ഫാറ്റ്സ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയി, പ്രോട്ടീൻസ് അമിനോ ആസിഡും ആയി. ആനബോളിക് അല്ലെങ്കിൽ സിന്തറ്റിക് പാത്വേ എന്താ? റെസ്പിറേറ്ററി സബ്സ്റ്റൻസ് ആർ വിത്ഡ്രോൺ ടു ക്രിയേറ്റ് ന്യൂ സബ്സ്റ്റൻസസ്. റെസ്പിറേറ്ററി സബ്സ്റ്റൻസ് ന്യൂ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ന്യൂ ഇന്റർമീഡിയറ്റ്സ് സിന്തസൈസ്ഡ് ആയതുകൊണ്ടാണ് ഇതിനെ ആനബോളിക് പാത്വേ എന്നും കൂടി വിളിച്ചത്. അതിന്റെ എക്സാമ്പിൾ എന്താ? ഫാറ്റി ആസിഡ് സിന്തസിസിന് സമയത്ത് നമ്മൾ ഓൾറെഡി അസറ്റൈൽ കോഎൻസൈമെ ഉണ്ടായി വന്നത്, അതായത് റെസ്പിറേറ്ററി ഇന്റർമീഡിയറ്റ് ആയ അസറ്റൈൽ കോഎൻസൈമിനെ വിഡ്രോ ചെയ്ത് എന്ത് ചെയ്യും? നമ്മൾ ഫാറ്റി ആസിഡ് സിന്തസിസിന് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഒരു ആംഫിബോളിക് പാത്വേ അല്ലെങ്കിൽ കാറ്റബോളിക് പ്ലസ് ആനബോളിക് എന്ന് വിളിച്ചത്. ഡിഫൈൻ റെസ്പിറേറ്ററി കോഷ്യന്റ്, വാല്യൂ ഫോർ ഫാറ്റ്സ്. ഇത്രയും ചോദിച്ചാൽ നമുക്കറിയാം എന്താ റെസ്പിറേറ്ററി കോഷ്യന്റ്? CO2 evolved by oxygen consumed. ഇത്രയാണെന്നറിയാം. ആൻഡ് എന്തറിയാം? RQ less than 1 ആണെന്നറിയാം. നമുക്ക് ഫാറ്റോ പ്രോട്ടീനോ ഉപയോഗിച്ചാൽ RQ less than 1 എന്നറിയാം. ആൻഡ് ട്രൈപാമിറ്റിനെ എത്രയാ നമ്മൾ പഠിച്ചിരുന്നു? ഒരു എക്സാമ്പിൾ പോലെ ട്രൈപാമിറ്റിന്റെ 0.7 പഠിച്ചിരുന്നു. 0.07 ആണോ? അല്ല. ഓപ്ഷൻ കണ്ട കൺഫ്യൂസ്ഡ് അവരുടെ 0.7 ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നമ്മൾ ഓരോ സൈക്കിൾ ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു. എന്താ? ATP ഇനോർഗാനിക് ഫോസ്ഫേറ്റ് വെച്ച് ഫോസ്ഫോറൈലേറ്റ് ചെയ്ത് ATP ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. ഇത് ഏതിലാണ് നടക്കുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. ഇനി ഫോസ്ഫോറിലേഷൻ നടക്കുന്ന എക്സാക്ട് സൈറ്റ് എന്താ? ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ വയ ATP സിന്തറ്റേസ് കോംപ്ലക്സ്. അതിനെയാണ് നമ്മൾ കെമി ഓസ്മോസിസ് എന്നും കൂടി വിളിച്ചത്. അപ്പൊ അത് ഡിസ്കസ് ചെയ്തു. ഇൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റെപ്പ് വൈസ് റിലീസ് ഓഫ് എനർജി ഇൻ റെസ്പിറേഷൻ? എന്താ? നമുക്കറിയാം സീക്വൻഷ്യൽ സ്റ്റെപ്പ് വൈസ് രീതിയിലാണ് കുറച്ച് എനർജി, അല്ലാണ്ട് എല്ലാം സിംഗിൾ സ്റ്റെപ്പിൽ ഒരുമിച്ചുള്ള റിലീസ് അല്ല. അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഡ്യൂറിംഗ് റെസ്പിറേഷൻ സിംഗിൾ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഇസ് ഡിസ്ഇൻറ്റഗ്രേറ്റഡ് ടു ജനറേറ്റ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ which releases ATP molecules. Products formed in one step of respiration become substrate of the other pathway and energy released at once might get lost in the form of heat. അപ്പൊ നമുക്കറിയാം ഒറ്റയടിക്ക് എനർജി കമ്പഷന്റെ കേസിൽ കണ്ട പോലെ ഒറ്റയടിക്ക് എനർജി റിലീസ് ചെയ്താൽ അത് ഫുൾ ചിലപ്പോൾ ഹീറ്റ് ആയിട്ട് റിലീസ് ആയിട്ട് നമ്മുടെ റെസ്പിറേറ്ററി എഫിഷ്യൻസി അല്ലെങ്കിൽ ഹോൾ പോയിന്റ് ഓഫ് ഡൂയിങ് ഓൾ ദീസ് അതിന്റെ മോട്ടീവ് ആക്ച്വലി വേസ്റ്റഡ് ആവും. അതുകൊണ്ട് നമ്മൾ റെസ്പിറേഷൻ എങ്ങനെ ചെയ്യുള്ളൂ? ഒരു സബ്സ്ട്രേറ്റ് അടുത്ത സബ്സ്ട്രേറ്റ് ആയി അതൊക്കെ ഓരോ പാത്വേ കഴിഞ്ഞ് അടുത്ത പാത്വേ കഴിഞ്ഞ് അസ്യൂം ചെയ്ത് നമ്മൾ നെറ്റ് ഗെയിൻ ഓഫ് ATP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അതാണ്
അതുകൊണ്ടാണ് പറയുന്നത് റെസ്പിറേഷൻ സ്റ്റെപ്പ് വൈസ് റിലീസ് ഓഫ് എനർജി ഉള്ളൊരു സ്റ്റെപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ആക്ച്വലി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടി കുറച്ച് പോസിബിൾ ക്വസ്റ്റ്യൻസ് ഇതിലും തന്നിട്ടില്ലാത്ത പോസിബിൾ ക്വസ്റ്റ്യൻസ് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. All the enzymes of TCA cycle are located in the mitochondrial matrix except one, which is located in inner mitochondrial membranes in eukaryotes and in cytosol in prokaryotes. This enzyme is ഈ ചാപ്റ്ററിന്റെ പഠിപ്പിക്കുന്ന പ്രോസസ്സിൽ ഞാൻ 5 പ്രാവശ്യമെങ്കിലും ഇതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. എന്താ? സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പൊ അതിന്റെ ആൻസർ എന്താവും? സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. 2007 ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The overall goal of glycolysis, Krebs cycle and the electron transport system is the formation of. എന്താ? നമുക്കറിയാം എന്ത്? ATP in one large oxidation reaction. അതാണോ? നമുക്കറിയാം ATP ആണ്, ഇത്രയും കറക്റ്റ്. അതായത് ATP ആണെന്ന് അറിയാം, പക്ഷെ വൺ ലാർജ് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണോ? അല്ല, നമുക്കറിയാം സ്മോൾ സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻസ് സീക്വൻഷ്യലി അറേഞ്ച്ഡ് ആയിട്ട് ആണ് ഈ പ്രോസസ് നടക്കുന്നത്. അപ്പൊ ഇത് തെറ്റായി. ഇതിൽ തെറ്റെന്താ? വൺ ലാർജ് ഓക്സിഡേഷൻ റിയാക്ഷൻ അല്ല. ഇനി ഷുഗേഴ്സ് ഉണ്ടാക്കാനാണോ നമ്മൾ ഇത് ചെയ്യുന്നത്? അല്ല, അതും തെറ്റി. ന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കാനാണോ? അതും അല്ല. അപ്പൊ ആൻസർ എന്താവും? ATP in small stepwise units. ഇതാണ് എന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The energy releasing metabolic process in which substrate is oxidized without an external electron acceptor is called. എന്താ? എക്സ്റ്റേണൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇല്ലാണ്ട് എനർജി റിലീസ് ചെയ്യുന്ന മെറ്റബോളിക് പ്രോസസ് ഏതാ? ഇതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്താ? നമുക്കറിയാം. ഗ്ലൈക്കോളിസിസ് ആണോ? എയറോബിക് റെസ്പിറേഷൻ ആണോ? ഫോട്ടോ റെസ്പിറേഷൻ ആണോ? അല്ല, ആൻസർ ഫെർമെന്റേഷൻ. ഫെർമെന്റേഷൻ എവിടെയൊക്കെയാ നടക്കുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. എയറോബിക് റെസ്പിറേറ്ററി പാത്വേ ഇസ് അപ്രോപ്രിയേറ്റ്ലി ടേംഡ് ആസ്. പാരബോളിക് എന്ന പാരബോളിക് ഗ്രാഫിന്റെ ആനബോളിക് ആണ്, കാറ്റബോളിക് ആണ്. പക്ഷെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ NCERT കൊടുത്ത എക്സാക്ട് ആൻസർ എന്താ? ആംഫിബോളിക്. നമുക്ക് ആക്ച്വലി നോക്കിയാൽ ഈ ചാപ്റ്ററിന്റെ ഒരു കോംപ്ലക്സിറ്റി വെച്ച് എത്രയോ ഈസിയർ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് മുന്നേറ്റ വർഷങ്ങളിൽ. പക്ഷെ കൊല്ലം കഴിഞ്ഞ് വരുന്നവരും ഡിഫിക്കൽട്ട് ആയിട്ടും വരുന്നുണ്ട്. ഇൻ മൈറ്റോകോൺട്രിയ പ്രോട്ടോൺസ് അക്യുമുലേറ്റ് ഇൻ. എവിടെയോ നമുക്കറിയാം അക്യുമുലേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രേഡിയന്റ് ഉണ്ടാക്കാൻ നമ്മൾ മെട്രിക്സ് NADH-നെയും FADH2-ന്റെയും H+ എടുത്ത് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു? ഇന്റർ മെംബ്രെയിനസ് സ്പേസിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ആൻസർ എന്തായി? ഇന്റർ മെംബ്രെയിനസ് സ്പേസ്. ഇനി 3 boxes in this diagram represent the 3 major biosynthetic pathways in aerobic respiration. Arrows represent net reactants or products. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 4ഉം 8ഉം 12ഉം എന്താവാം? അതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം പാത്വേ A ആയിരിക്കും. എന്തായിരിക്കും? ഗ്ലൂക്കോസ് ആണ് ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. ഗ്ലൂക്കോസ് കറക്റ്റ്ലി ഇനീഷ്യൽ സബ്സ്ട്രേറ്റ് ആയിട്ട് കൊണ്ടുവന്ന റിയാക്ഷൻ ഏതാ? ഗ്ലൈക്കോളിസിസ്. അപ്പൊ ഇത് നമുക്കറിയാം ഗ്ലൈക്കോളിസിസ് ആണെന്നറിയാം. ഇനി 4ഉം 8ഉം 12ഉം ആണ് പറഞ്ഞിരിക്കുന്നത്. 3 നമുക്കറിയാം ഒരേപോലെ റിലീസ് ആവുന്നത്. വാട്ടർ എല്ലാത്തിലും റിലീസ് ആവുന്നുണ്ടോ? ഇല്ല. FAD അല്ലെങ്കിൽ FADH2 എല്ലാ പ്രോസസ്സിലും റിലീസ് ആവുന്നുണ്ടോ? അതായത് ഗ്ലൈക്കോളിസിലും ക്രെബ്സിലും ETSനും റിലീസ് ആവുന്നുണ്ടോ? ഇല്ല. NADH-ഉം 3 റിലീസ് ആവുന്നില്ല. അപ്പൊ ആൻസർ എന്തായി? ATP. അടുത്ത ക്വസ്റ്റ്യൻ. Which of the metabolites is common to respiration mediated breakdown of fats, carbohydrates and proteins? ഏത് മെറ്റബോളൈറ്റ്സ് ആണ് കോമൺ? ഞാൻ ആ ടേബിൾ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു എല്ലാത്തിന്റെയും കോമൺ മെറ്റബോളൈറ്റ് ഏതേ വരൂ? അസറ്റൈൽ കോഎൻസൈം A. അടുത്ത ക്വസ്റ്റ്യൻ. സൈറ്റോക്രോംസ് ആർ ഫൗണ്ട് ഇൻ. എവിടെ? സൈറ്റോക്രോംസ് എവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്? സൈറ്റോക്രോമിന്റെ കോംപ്ലക്സസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തത് നമ്മൾ ETSലാണ്. ഇനി നമ്മൾ ചോദിക്കാണ് സൈറ്റോക്രോംസ് ആർ ഫൗണ്ട് ഇൻ. ലൈസോസോമിലാണോ സൈറ്റോക്രോം? അല്ല. മെട്രിക്സ് ഓഫ് മൈറ്റോകോൺഡ്രിയ ആണോ സൈറ്റോക്രോം പഠിച്ചത്? അല്ല. ഔട്ടർ വാൾ ഓഫ് മൈറ്റോകോൺഡ്രിയ ആണ്? അതും അല്ല. നമ്മൾ പഠിച്ചത് ആക്ച്വലി ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയ. ഇന്നർ മെംബ്രെയിൻ കുറച്ച് അവർ ട്വിസ്റ്റ് ചെയ്തിട്ട് എന്താ വന്നിരിക്കുന്നത്? ക്രിസ്റ്റേ ഓഫ് മൈറ്റോകോൺഡ്രിയ. ക്രിസ്റ്റേ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതാണ് മൈറ്റോകോൺഡ്രിയെങ്കിൽ ഇങ്ങനത്തെ ക്രിസ്റ്റേ ഫോർമേഷൻ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം.
അപ്പൊ ഇന്ന മെമ്പറൈൻ അല്ലെങ്കിൽ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ സെയിം സാധനം നമുക്കറിയാം. അതുകൊണ്ട് ആൻസർ 1. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബയോമോളിക്യൂൾസ് ഇസ് കോമൺ ടു റെസ്പിറേഷൻ മീഡിയേറ്റഡ് ബ്രേക്ക് ഡൗൺസ് ഓഫ് ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മിനിമം കണ്ണടച്ച് എക്സാം എഴുതാൻ പോലും മിനിമം ചെയ്യേണ്ടത് NCERT വായിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിന് ആൻസർ എന്താ? ആസിറ്റൈൽ കോയെ. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഇസ് എന്താ? ആൻസർ എന്താ? ഫോർമേഷൻ ഓഫ് ATP. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ഫോർമേഷൻ ഓഫ് ATP by transfer of phosphate group from a substrate to ADP. അതാണോ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ? Formation of ATP by transfer of phosphate group from a substrate to ADP. അത് ട്രാൻസ്ഫർ ഓഫ് ഫോസ്ഫേറ്റ് അല്ല, പിന്നെന്താ? നമുക്ക് അടുത്ത ഓപ്ഷൻ കാണാം. ആക്ച്വലി അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ നമ്മൾ അടുത്ത ഓപ്ഷൻ കാണാം. ഓക്സിഡേഷൻ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇൻ ATP. അതെന്തായാലും അല്ല, നമുക്കറിയാം എന്തായാലും തെറ്റാ. അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ടു ATP, അതും അല്ല. ADP-ലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്ന അറിയാം. ഇനി ഫോർത്ത് ഓപ്ഷൻ, ഫോർമേഷൻ ഓഫ് ATP by energy released from electrons removed during substrate oxidation. ആക്ച്വലി ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും, അതായത് 1ഉം 4ഉം ആക്ച്വലി കറക്റ്റ് ആണ്. പക്ഷെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാ? എക്സാക്ട്ലി പറഞ്ഞിരിക്കുന്ന ഫോർമേഷൻ ഓഫ് ATP by energy released from electrons removed during substrate oxidation. അപ്പോൾ ആൻസർ എന്തായി? 4 ആയി. Which statement is wrong for Krebs cycle? There is one point in the cycle where FAD plus is reduced to FADH2. എന്താ? ശരിയല്ലേ? ഓപ്ഷൻ ശരിയാണ്. 1 പോയിന്റ് ഉള്ളൂ Krebs cycle. ഇനി during conversion of succinyl coenzyme A to succinic acid, 1 molecule of GTP synthesized. Krebs cycle പഠിച്ചവർക്കറിയാം, അത് ശരിയാണ്. ഇനി the cycle starts with condensation of acetyl group അല്ലെങ്കിൽ acetyl CoA with pyruvic acid to yield citric acid. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. അതിന്റെ പ്രശ്നം എന്താ? പൈറുവിക് ആസിഡ് ആണോ ആദ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന? അല്ല, ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. അതാണ് ഇതിന്റെ ആൻസർ. There are 3 points in the cycle where NAD plus is reduced to NADH plus H plus. അതും കറക്റ്റ്. അത് കറക്റ്റ് ആണ്. നമ്മൾ ആൻസർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റോങ് ആണ്. റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാ? 3. What is the role of NAD plus in cellular respiration? എന്താ? It functions as an enzyme. അല്ല, അത് ആക്ച്വലി നമുക്കറിയാം അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണെന്നറിയാം NAD പ്ലസ്. ഇത്രയും നമുക്ക് ബേസിക് നോളജ് ഉണ്ട് ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ. ഇറ്റ് ഫങ്ഷൻസ് ആസ് എൻ ഇലക്ട്രോൺ കാരിയർ ആണ്. ഇലക്ട്രോൺ കാരിയർ ആണ്. റെഡ്യൂസ്ഡ് കോഎൻസൈമിന്റെ ഫംഗ്ഷൻ എന്താ? ഇലക്ട്രോൺ ക്യാരി ചെയ്യാന്നുള്ളതല്ലേ? ആ ഇലക്ട്രോൺ കാരിയർ ആയതുകൊണ്ടാണ് അതിനെ സർക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നത്? എനർജി അല്ലെങ്കിൽ ATP കിട്ടുന്നത്. ഇറ്റ് ഇസ് എ ന്യൂക്ലിയോടൈഡ് സോഴ്സ് ഫോർ ATP സിന്തസിസ്. പൊട്ടത്തെറ്റ്. It is a final electron acceptor for anaerobic respiration. അതും തെറ്റ്. ഇലക്ട്രോൺ അക്സെപ്റ്റർ ഫോർ anaerobic respiration ETS ആകെ നടക്കുന്ന എയറോബ്സിനാണ്. പിന്നെ അനേറോബിക്കിൽ എവിടുന്ന ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? Which of these statements is incorrect? Enzymes of TCA cycle are present in mitochondrial matrix. ജസ്റ്റ് വേഗ്ലി പറഞ്ഞാല് ഇത് ആക്ച്വലി കറക്റ്റ് ആണ്. പക്ഷെ എക്സെപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് എക്സെപ്ഷൻ വെച്ച് തെറ്റാന്ന് പറയാൻ കാര്യം, കാരണം ഓൾ എൻസൈംസ് ഓഫ് TCA സൈക്കിൾ ഇവർ ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പൊ ജസ്റ്റ് നമുക്ക് ട്രൂ ഇട്ട് കൊടുക്കാം. ഇനി ഗ്ലൈക്കോളിസിസ് occurs in cytosol. കറക്റ്റ് ആണ്. സൈറ്റോസോൾ ഏതിലാണ്? അനേറോബ്സിൽ ഗ്ലൈക്കോളിസിസ് സൈറ്റോസോളിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതും കറക്റ്റ് ആണ്. ഗ്ലൈക്കോളിസിസ് ഓപ്പറേറ്റ്സ് ആസ് ലോങ് ആസ് ഇറ്റ് ഇസ് സപ്ലൈഡ് വിത്ത് NAD that can pick up hydrogen atoms. കറക്റ്റ് ആണ്. നമുക്കറിയാം അതിന്റെ NAD ആസ് മച്ച് as it is supplied with NAD which can pick up hydrogen atom. നമ്മൾ ഓൾറെഡി പഠിച്ച റെഡ്യൂസ്ഡ് കോഎൻസൈംസും കോംപ്ലക്സസും കണ്ടപ്പോൾ ഹൈഡ്രജൻ ആറ്റംസിന്റെ അറേഞ്ച്മെന്റും പമ്പിങ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഫോർത്ത് ഓപ്ഷൻ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഔട്ടർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. തെറ്റ്. ഔട്ടർ ആണോ? അല്ല, ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. അപ്പൊ ആൻസർ എന്തായി? 4. Conversion of glucose to glucose 6-phosphate. The first irreversible reaction of glycolysis is catalyzed by table പഠിച്ചിരിക്കാം. ആൻസർ എന്താ? ഹെക്സോകൈനേസ്. Where is respiratory electron transport system ETS located in plants?
ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ന മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, റെസ്പിറേറ്ററി കോഷ്യന്റ് വാല്യൂ ഓഫ് ട്രൈപാമറ്റിൻ. ഇത് ഞാൻ പറഞ്ഞ ഏതാ, നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ തോന്നും 0.07 ആണ്, നമ്മൾ പക്ഷെ നല്ലോണം പഠിച്ചു കുഞ്ഞിക്കറിയാം. ആൻസർ എന്താ? 0.7. ഇനി നമ്പർ ഓഫ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻസ് ഇൻ 1 ടേൺ ഓഫ് സിട്രിക് ആസിഡ് സൈക്കിൾ. ഒരു ടേൺ ഓഫ് സിട്രിക് ആസിഡ് സൈക്കിളിൽ എത്ര സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു. ഓർത്ത് വെക്കാൻ SSS, അതായത് സക്സിനൈൽ കോഎൻസൈം സക്സിനിക് ആസിഡ് ആവുന്ന റിയാക്ഷൻ ആണ് GTP ഉണ്ടാവുന്നത്. അതാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. S സ്റ്റാൻഡ്സ് ഫോർ സക്സിനൈൽ കോഎൻസൈം. അടുത്ത S എന്താ? സക്സിനിക് ആസിഡ്. ഇത് ES എന്താ? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. അപ്പൊ എത്രേ നടക്കുന്നുള്ളൂ? ഒരൊറ്റൊന്ന്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements is incorrect? Both ATP and NADPH plus H plus are synthesized during non-cyclic photophosphorylation. ഇത് ഫോട്ടോസിന്തസിൽ വരുന്ന ചാപ്റ്റർ, ഫോട്ടോസിന്തസിൽ വരുന്നതാണ്. ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിന്റെ ആക്ച്വലി മനസ്സിലാവും. ഇത് ആക്ച്വലി ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത്രയും പറഞ്ഞിരിക്കാം. ഇനി സ്റ്റോമ ലെമൽ ഹാവ് PS1 ഓൺലി ആൻഡ് ലാക്ക്. ഇത് ഈ ക്വസ്റ്റ്യൻ ഫുള്ള് ഫോട്ടോസിന്തസിസ് ആണ്. ഇതിന് ആൻസർ മാത്രം ഞാൻ ജസ്റ്റ് പറയും. ഇതും കറക്റ്റ് ആണ്, പക്ഷെ ഇത് തെറ്റാണ്. അപ്പൊ ആൻസർ എന്തായി? 4. Which of the following statements is incorrect? During aerobic respiration, role of oxygen is limited to terminal stage. നമുക്കറിയാം ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ്. അപ്പൊ അത് ശരിയാണ് നമുക്കറിയാം. ഈ TCയിൽ 1 molecule of NADH plus H plus gives rise to 2 ATP molecules and 1 FADH to give rise to 3. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. NADH 3 FADH 2. അപ്പൊ അത് തെറ്റിപ്പോയി. അപ്പൊ അതാണ് ആൻസർ. ATP synthesized through complex 5. കറക്റ്റ് ആണ്. കോംപ്ലക്സ് 5 അല്ലെങ്കിൽ അഥവാ ATP സിന്തേസ് വെച്ചാണ് ATP സിന്തസൈസ്ഡ് ആവുന്നത്. ഫൈനൽ കെമി ഓസ്മോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് പ്രൊഡ്യൂസ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇൻ റെസ്പിറേഷൻ. ഓഫ് കോഴ്സ് യെസ്, അതും ശരിയാണ്. അപ്പൊ നമ്മള് ഈ ചാപ്റ്ററിന് പണ്ടോട്ട് ചോദിച്ചിരിക്കുന്ന ഒരു 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ ഒന്നും കൂടി ചാപ്റ്റർ ജസ്റ്റ് റിവൈസ് ചെയ്ത് നമുക്ക് ഇത് എൻഡ് ചെയ്യാം. ഞാൻ NCERT കൊടുക്കാത്ത പക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് സൈഡിൽ എഴുതിയിടാം. അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്സിലോ അല്ലെങ്കിൽ NCERT സൈഡിലോ ആഡ് ചെയ്ത് വെച്ചോളാം. ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു ആനബോളിക് പ്രോസസ്സും കൂടി ആണെന്ന് പറഞ്ഞു. കാരണം സിന്തസിസ് നടക്കുന്നുണ്ട്. കാരണം ഇതിന്റെ ചില സാധനങ്ങളുടെ ഇന്റർമീഡിയറ്റ്സ് വേറെ പല സാധനങ്ങളുടെ സിന്തസിസ് നടക്കുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ yielding ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഞാനൊരു സൈഡിൽ എഴുതി വെക്കാം, അത് പഠിച്ചു വെച്ചോളാം. അസറ്റൈൽ കോഎൻസൈം എന്തിന്റെ ഒക്കെ സിന്തസിസിന് ഉപയോഗിക്കുന്നുണ്ട്? കരോട്ടിനോയിഡ്സ്, ടെർപീൻസ്, ഗിബറലിൻസ്. ഇത് അറിയണമെങ്കിൽ എന്താ ചെയ്യാ? ഇത് നമ്മുടെ ഇതിനൊക്കെ കുറിച്ച് അപ്പൊ നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്യും. പക്ഷെ ഈ ചാപ്റ്ററിൽ അസറ്റൈൽ കോഎൻസൈം ഉള്ളതുകൊണ്ടാണ് ഇതിവിടെ തന്നിരിക്കുന്നത്. ഇനി സക്സിനൈൽ കോഎൻസൈമിൽ എന്തൊക്കെ ഉണ്ടാക്കാം? ക്ലോറോഫിൽ, സൈറ്റോക്രോംസ്. ഓക്സാലോ അസറ്റിക് ആസിഡ് എന്തൊക്കെ ഉണ്ടാക്കാം? ആൽക്കലോയിഡ്, pyrimidine. ഇനി ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ്. ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കാം? ഉപയോഗിക്കും. അപ്പൊ ഇത്രയും സാധനം നോട്ട് ചെയ്ത് എവിടെയെങ്കിലും എഴുതി വെക്കുക. എങ്ങാനും കുറച്ച് പുറത്തുനിന്ന് ചോദിക്കണം എന്ന് വെച്ചാൽ അവരിത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആക്ച്വലി വിട്ടുപോയിരുന്നു. റെസ്പിറേറ്ററി കോഷ്യന്റ് ഡിസ്കസ് ചെയ്തപ്പോ സക്യുലന്റ് പ്ലാന്റ്സിന് 2 റെസ്പിറേറ്ററി കോഷ്യന്റ് ഡേയിലും നൈറ്റിലും വേരി ചെയ്യും. സക്യുലന്റ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ക്യാം പ്ലാന്റ്സ് എന്നറിയപ്പെടുന്ന സാധനം നൈറ്റിലെ റെസ്പിറേറ്ററി കോഷ്യന്റ് 0, ഡേയില് greater than 1.
ഗ്രേറ്റർ ദാൻ 1. ഇതും സൈഡിൽ നോട്ട് ചെയ്ത് അറിഞ്ഞിരിക്കുക. ഇനി വിട്ടുപോയത് ചില ഇൻഹിബിറ്റേഴ്സിന് സൈഡിൽ എഴുതാം. ഇൻഹിബിറ്റേഴ്സ് ഇത്രയും സൈക്കിൾ പഠിച്ചു. ഇനി എങ്ങനെ അവർക്ക് പുറത്തുനിന്ന് കുറച്ച് ഇൻഹിബിറ്റേഴ്സിന്റെ നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. എന്ത് 1 by 1 ഞാനിവിടെ എഴുതി വെക്കാം. സയനൈഡ്, സോഡിയം അസൈഡ്, കാർബൺ മോണോക്സൈഡ്, H2S. ഇത്രയും സാധനം. ഇത് ഇൻഹിബിഷന്റെ സിമ്പിൾ ആണ്. ഇൻഹിബിറ്റ് എന്ത്? കോംപ്ലക്സ് 4. കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ ഏതിന്? സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസിനെ കോമ്പറ്റിറ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്യും. മാലോനേറ്റ് അല്ലെങ്കിൽ മാലോണിക് ആസിഡ്. അടുത്ത പോയിന്റ് ഡൈനൈട്രോഫിനോൾ. ഇതിന് DNP എന്നും തരാം. ഇതെന്തിനെ ഇൻഹിബിറ്റ് ചെയ്യും? ATP സിന്തസിസിന് അല്ലെങ്കിൽ കോംപ്ലക്സ് 5 എന്നും പറയും. അതുകൊണ്ട് ഇതിന് വേറൊരു പേരും കൂടെ വിളിക്കും. ATP സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ട് അൺകപ്ലേഴ്സ് എന്നും കൂടി വിളിക്കും. അപ്പൊ ഈ 3 പോയിന്റ്സും സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കാം. ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ മുമ്പ് ചോദിക്കാൻ സാധ്യതയില്ലെന്ന് കുറച്ച് ഹൈ yielding ക്വസ്റ്റ്യൻ ടൈപ്പിൽ വരുന്നതും ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ചാപ്റ്റർ ഒന്നും കൂടി സമ്മറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ ചോദിക്കാം. ഞാൻ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാക്കും. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ആൻസർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പഠിച്ചു എന്ന്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടു? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടു? കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻ, ഓർഗാനിക് ആസിഡ്. ഇനി ഞാൻ ചോദിക്കട്ടെ, മോസ്റ്റ് കോമൺ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഇതിലേതാ? മോസ്റ്റ് കോമൺ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റും അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് സോഴ്സ് ഓഫ് എനർജി ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം? ആൻസർ എന്താ? കാർബോഹൈഡ്രേറ്റ്സ് ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടു റെസ്പിറേഷന് 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. പ്രോട്ടോപ്ലാസ്മിക്കും ഫ്ലോട്ടിംഗ് റെസ്പിറേഷനും. പ്രോട്ടോപ്ലാസ്മിക് റെസ്പിറേഷന്റെ സബ്സ്ട്രേറ്റ് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് നിങ്ങൾക്ക് പറയാൻ പറ്റണം? പ്രോട്ടീൻ ആയിരുന്നു. ഫ്ലോട്ടിങ്ങില് കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ്സ് ആയിരുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഗ്ലൈക്കോളിസിന്റെ വേറെ പേരെന്താ? അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. EMP പാത്ത്. അത് ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റിന്റെ പേരെന്താ? എംഡൺ മേയർഹോഫ് പാർനസ്. ഇത്രയും കാര്യമാണ്. ഗ്ലൈക്കോളിസിന്റെ മീനിങ് എന്താ? ഗ്ലൈക്കോ എന്ന് വെച്ചാൽ ഷുഗർ, ലൈസ് എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ. സിമ്പിൾ ഷുഗറിന്റെ ബ്രേക്ക് ഡൗൺ പറയുന്നതാണ് ഗ്ലൈക്കോളിസിസ്. അതൊരു യൂണിവേഴ്സൽ പ്രോസസ് ആണോ അല്ലെങ്കിൽ എയറോബിക്കിൽ മാത്രം കാണുന്ന പ്രോസസ് ആണോ അനേറോബിക്കിൽ മാത്രം കാണുന്ന പ്രോസസ് ആണോ എന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? അതൊരു യൂണിവേഴ്സൽ പ്രോസസ് ആണ്. ഇനി ഇസ് ഇറ്റ് എ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എന്ത് പറയും? ഇല്ല, കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നില്ല, ജസ്റ്റ് പാർഷ്യൽ ഓക്സിഡേഷൻ. ഇനി സൈറ്റ് ഏതാന്ന് വെച്ചാൽ സൈറ്റോപ്ലാസം. ഇതിലാണ് നമ്മൾ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. നമുക്കറിയാം ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആണ് ഓക്സിജൻ. അപ്പൊ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഓക്സിജൻ യൂസ് ചെയ്യുന്നില്ല. ഇനി എത്ര ഫേസസ് ഉണ്ട് ഗ്ലൈക്കോളിസിസില്? 2. ഏതൊക്കെ? ഫസ്റ്റ് ഫേസ് എന്ന് വെച്ചാൽ ഒരു ഫേസ് എനർജി കൺസ്യൂമിങ് ഫേസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആക്ടിവേഷൻ ഫേസ് ഇൻ വിച്ച് ATP is consumed. അത് ഏതൊക്കെ ഫേസസാ? ഫസ്റ്റ്, തേർഡ്. ഇനി രണ്ടാമത്തെ ഫേസ് എന്താ? എനർജി എക്സ്ട്രാക്ഷൻ ഫേസ് അല്ലെങ്കിൽ എനർജി ഫോമിംഗ് ഫേസ് ഇൻ വിച്ച് എനർജി is formed അല്ലെങ്കിൽ ATP is formed. അത് ഏതൊക്കെ ഫേസാ? 10 സ്റ്റെപ്സിലെ ബാക്കി 7 സ്റ്റെപ്സും എനർജി ഫോർമേഷൻ അല്ലെങ്കിൽ എനർജി എക്സ്ട്രാക്ഷൻ ഫേസ് ആണ്. ഇതിന് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇറിവേഴ്സിബിൾ സ്റ്റെപ്സ് ഏതൊക്കെയാ? ഇറിവേഴ്സിബിൾ സ്റ്റെപ്സ് ഫസ്റ്റ്, തേർഡ് ആൻഡ് 10th. ബാക്കി എല്ലാം റിവേഴ്സിബിൾ. ഇനി ഗ്ലൈക്കോളിസിന്റെ നെറ്റ് ഗെയിൻ ഓഫ് ATP എത്രയാ? നമുക്കറിയാം 4 ATP ആക്ച്വലി ഗെയിൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ആദ്യത്തെ 2 സ്റ്റെപ്സിൽ ഇവിടെ നോക്കിയറിയാം ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റെപ്പില്, അതായത് ഹെക്സോകൈനേസും ഫോസ്ഫോഫ്രക്ടോകൈനേസും കാറ്റലൈസ് ചെയ്ത സ്റ്റെപ്പില് ATP യൂട്ടിലൈസ്ഡ് അല്ലെങ്കിൽ കൺസ്യൂംഡ് ആയിരുന്നു. അപ്പൊ നെറ്റ് ഗെയിൻ എന്ന് വെച്ചാൽ എന്ത് പറയും? 4 - 2 2.
ഇനി എത്ര റിഡോക്സ് ഇക്വലൻസ് റിമൂവ് ആയി പെർ ഗ്ലൂക്കോസ് മോളിക്യൂൾ? എത്ര? ആൻസർ നമുക്കറിയാം, പെർ PgAl ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് 2 റിഡോക്സ് ഇക്വലൻസ് ആണ് റിമൂവ് ആയെന്ന് അറിയാം. ഇതിൽ ആക്ച്വലി ടോട്ടൽ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിന് എത്ര PgAl ഉണ്ടാക്കുന്നുണ്ട്? 2 PgAl. അപ്പൊ എത്ര റിഡോക്സ് ഇക്വലൻസ്? 4 റിഡോക്സ് ഇക്വലൻസ്. ഇനി ഈ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. 2 redox equivalents are removed in the form of 2 hydrogen atoms from PgAl and transferred to which molecule? NAD+. അത്രയും നോക്കി. ഇനി സ്റ്റെപ്സ് പറഞ്ഞു, ഫെർമെന്റേഷൻ ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആക്ച്വലി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഒന്ന് വായിച്ചു വിടാം. ഇവിടെ തൊട്ട് നമ്മൾ NCERT ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു, അത് ഞാൻ ജസ്റ്റ് വായിച്ചിടാം. Glucose is the favored substrate for respiration. Dash is the favored substrate for respiration. Favored substrate name cheyda glucose. Any. All carbohydrates are usually first converted into glucose before they are used for respiration. അതുകൊണ്ടാണ് ഗ്ലൂക്കോസിന് ഫേവേർഡ് റെസ്പിറേഷൻ. കാരണം വേറെ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടല്ല, വേറെ ഏത് യൂസ് ചെയ്താലും അതിനെ ആദ്യം നമ്മൾ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ മോണോസാക്കറൈഡ് ആക്കും, എന്നിട്ടാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ? അതർ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് ആർ ഓൾസോ റെസ്പൈർ ചെയ്യാൻ പറ്റും, പക്ഷെ they do not enter the respiratory pathway at the first step. അപ്പൊ ഈ സെന്റൻസ് നമുക്ക് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ വെക്കാം: any respiratory substrate enters the respiratory pathway at the first step. ആ സെന്റൻസ് തെറ്റാണ്, ശരിയാണോ? ആ സെന്റൻസ് തെറ്റാണ്. എന്താ? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് റെസ്പയർ ചെയ്യാൻ പറ്റും, പക്ഷെ അതിനാദ്യം ഗ്ലൂക്കോസ് ആക്കണം. ഇനി ഫാറ്റ്സ് വുഡ് നീഡ് to be broken down into glycerol and fatty acids first. അതിന്റെ ബ്രേക്കേജ് പറയാണ്, ഫാറ്റ്സിനെ എന്താക്കും? ആദ്യം ഗ്ലിസറോളും ഫാറ്റി ആസിഡും ആക്കും. If fatty acids were to be respired, they would first be degraded to acetyl coenzyme A and enter the pathway. അപ്പോ ഫാറ്റി ആസിഡിന്റെ റെസ്പിറേഷന് ഏത് ലെവലിൽ വെച്ചാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, പാത്വേ എൻ്റർ ചെയ്യുന്നത്? അസറ്റൈൽ കോഎൻസൈം A. ഇനി glycerol would enter the pathway after being converted to PgAl. നമുക്കറിയാം ഫാറ്റി ആസിഡ് ആദ്യം അസറ്റൈൽ കോഎൻസൈം ആവും, പക്ഷെ ഗ്ലിസറോൾ വുഡ് എൻ്റർ ദി പാത്വേ ആഫ്റ്റർ ബീങ് കൺവേർട്ടഡ് ടു ഡാഷ്. ആ ഡാഷ് വെച്ച് നമ്മൾ അസറ്റൈൽ കോഎൻസൈം വീണ്ടും പറയരുത്, ഗ്ലിസറോൾ PgAl ആക്കിയിട്ടാണ് എൻ്റർ ദി പാത്വേ. The proteins would be degraded by proteases and the individual amino acids after deamination. ഈ ആഫ്റ്റർ ഡിയാമിനേഷൻ അവരുടെ സെന്റൻസിൽ ബിഫോർ ഡിയാമിനേഷൻ എന്ന് കൊടുത്താൽ അത് തെറ്റാണ്, ഐഡന്റിഫൈ ചെയ്യാനുള്ള കോമൺ സെൻസ് വേണം. Individual amino acids after deamination, depending on the structure, would enter the pathway at some stage within the Krebs cycle or even as pyruvate or acetyl coenzyme A. അതും ഒരു നല്ല സെന്റൻസ് ആണ്. ഇനി since respiration involves breakdown of substrates, the respiratory process has traditionally been considered a catabolic process and the respiratory pathway as a catabolic pathway. But is this understanding correct? ഈ ആൻസർ നിങ്ങൾ പറയണം, ഈ അണ്ടർസ്റ്റാൻഡിങ് ശരിയാണോ? നോ, ഈ അണ്ടർസ്റ്റാൻഡിങ് തെറ്റാണ്. കാരണം we have discussed above at which points in the respiratory pathway different substrates would enter if they were to be respired and used to derive energy. What is important to recognize is that it is these very compounds that would be withdrawn from the respiratory pathway for the synthesis of the said substrates. അപ്പൊ എന്താ പറ്റുക? റെസ്പിറേറ്ററി ഇന്റർമീഡിയറ്റ്സിനെ വിഡ്രോ ചെയ്ത്, നമ്മൾ നേരത്തെ NCERT സൊല്യൂഷൻ കണ്ടുപോലെ ഫാറ്റി ആസിഡ് സിന്തസിസിന് ചില സാധനങ്ങൾ വിഡ്രോ ചെയ്ത് കൊണ്ടുപോയി അസറ്റൈൽ കോഎൻസൈം വിഡ്രോ ചെയ്തതുപോലെ. അപ്പൊ എന്താ? ആക്ച്വലി സിന്തസിസും കൂടി നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ സോൺലി കാറ്റബോളിക് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊരു ആംഫിബോളിക്, അതായത് കാറ്റബോളിക് പ്ലസ് ആനബോളിക് പ്രോസസ് ആണ്. Hence, fatty acids would be broken down to dash. Fatty acids എന്തായിട്ട് broken down ആവുന്നത്? Acetyl CoA before entering the respiratory pathway. But when the organisms need to synthesize fatty acids, acetyl CoA could be withdrawn. അതിനെ withdraw ചെയ്ത് synthesis, fatty acid synthesisന് യൂസേജ് ഉണ്ടാവും. Similarly, during breakdown and synthesis of protein 2, respiratory intermediates from the link form the link. അതായത് എന്തുണ്ടാക്കാനും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കാനും റെസ്പിറേറ്ററി ഇന്റർമീഡിയറ്റ്സ് ഒരു ലിങ്ക് ഫോം ചെയ്യുന്നത് കാരണം അതൊരു ആനബോളിക് പ്രോസസ്സും കൂടിയാണ്. ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സസ് വിത്തിൻ ദ ലിവിംഗ് ഓർഗാനിസം ഇസ് കാറ്റബോളിസം ആൻഡ് സിന്തസിസ് ഇസ് ആനബോളിസം. Because the respiratory pathway is involved in both anabolism and catabolism, it would hence be better to consider the respiratory pathway as an amphibolic pathway. അത്രയും നമ്മൾ മനസ്സിലാക്കി.
ഇനി ഈ ടേബിൾ ഞാൻ നേരത്തെ പഠിപ്പിച്ചപ്പോൾ വന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫാറ്റ്സിനെ ആദ്യം ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി, കാർബോഹൈഡ്രേറ്റ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ഷുഗേഴ്സ് ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ് ആക്കി, പ്രോട്ടീൻസിനെ അമിനോ ആസിഡ് ആക്കി. ഇനി ഞാൻ ചോദിക്കട്ടെ, അമിനോ ആസിഡ് പാത്വേയിൽ എൻ്റർ ചെയ്യുന്ന കോമൺ പാത്വേയിൽ എൻ്റർ ചെയ്യുന്ന ഏതിന്റെ ഫോമുല? അമിനോ ആസിഡ് എൻറ്റേഴ്സ് പൈറുവിക് ആസിഡ്. ഈ ആരോ ചെന്നെത്തുന്ന പൈറുവിക് ആസിഡ് ആണ്, ഇവിടെ അല്ല. അത് നോട്ട് ചെയ്തു. പിന്നെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഏത് ലെവലിലാ? അസറ്റൈൽ കോയിന്റെ ലെവലിലാന്ന് കണ്ടു. ഇനി ഈ ഡയഗ്രാം ഒരു ക്വസ്റ്റ്യനിൽ ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ഡയഗ്രാം ഫുൾ തന്നിട്ട് ഡാഷ് ഡാഷ് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സെന്റൻസസും ഗ്ലിസറോൾ ഏത് ലെവലിൽ എൻ്റർ ചെയ്യുന്നതാണ് നമുക്ക് പറയാൻ പറ്റണം. PGAL അല്ലെങ്കിൽ DHAPന്റെ ലെവലിലാണ്. ഇനി ക്രെബ്സ് സൈക്കിൾ തന്നു. ഇതിനെ നമ്മൾ മായ്ച്ചു കളഞ്ഞ് ഇത് ഐഡന്റിഫൈ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം CO2 H2O ആണ്. നമ്മൾ ആക്ച്വലി ഈ ഡയഗ്രാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇനി ATP ആണോ അങ്ങനെയൊക്കെ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ നമ്മൾ ഡയഗ്രാം കണ്ടപ്പോൾ മനസ്സിലായി എന്താ CO2 H2O ആണ്. CO2 H2O എന്താ? കംപ്ലീറ്റ് ഓക്സിഡേഷൻ കഴിഞ്ഞ് ഫൈനൽ പ്രോഡക്റ്റ് CO2 H2O ആണ് അവിടെ എഴുതേണ്ടത്. ഇനി റെസ്പിറേറ്ററി കോഷ്യന്റ് പറഞ്ഞിരുന്നു വോളിയം ഓഫ് CO2 ഇവോൾവ് ബൈ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. ഈ CO2നെയും ഓക്സിജനെയും നോട്ട് ചെയ്യുക, ഇവോൾവ്ഡിനെയും കൺസ്യൂംഡിനെയും നോട്ട് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചാൽ കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കുക. ഈ ഫോമുല പഠിക്കുക. റെസ്പിറേറ്ററി കോഷ്യന്റ് അറിയാം, ഇത് എങ്ങനെയാ കിട്ടിയതെന്നും പറയാ. ഫാറ്റി ആസിഡ് ട്രൈപാമിറ്റിൻ ഈ ഇക്വേഷൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ട് ഇഫ് ദിസ് ഇസ് ദ റൈറ്റ് ഓർ റോങ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിരുന്നു. അതിൽ ഈ ട്രൈപാമിറ്റിന്റെ ഈ ഫോമുല തെറ്റിച്ചു കൊടുത്തിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ആ ഫോമുല ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ നമ്പർ 145O2 ബാലൻസിങ് പറഞ്ഞിരിക്കണം. എനർജി ഇപ്പുറത്തെ സൈഡിലാണ്, ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലല്ല എന്ന് പറഞ്ഞിരിക്കണം. ഒരു സെന്റൻസ് ചോദിക്കാം, ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർ റോങ് സ്റ്റേറ്റ്മെന്റ്. പ്യുവർ പ്രോട്ടീൻസ് ഓർ ഫാറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് റെസ്പിറേറ്ററി സബ്സ്റ്റേറ്റ്സ്. അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം ഇവിടെ NCERT ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട് പ്യുവർ പ്രോട്ടീൻസ് ഓർ ഫാറ്റ്സ് ആർ നെവർ യൂസ്ഡ് ആസ് റെസ്പിറേറ്ററി സബ്സ്റ്റേറ്റ്സ്. അതും ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ. ഇനി സമ്മറി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ്സ് അൺലൈക്ക് ആനിമൽസ് ഹാവ് നോ സ്പെഷ്യൽ സിസ്റ്റംസ്. അത് ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സ്പെഷ്യൽ സിസ്റ്റംസ് ഒന്നുമില്ല. അവർ ആക്ച്വലി ഗേഷ്യസ് എക്സ്റ്റൻ നടക്കുന്നത് ഡിഫ്യൂഷൻ വഴിയാണ്. ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ലിവിങ് സെൽസ് ഇൻ എ പ്ലാന്റ് ഹാവ് ദെയർ സർഫസസ് എക്സ്പോസ്ഡ് ടു എയർ. അതുകൊണ്ട് അവനവന്റെ ഈച്ച് പാർട്ട് അതിൻ്റെതായ കാര്യം നോക്കി നടത്തും. അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ഗ്യാസിന്റെ ട്രാൻസ്പോർട്ടിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സിസ്റ്റംസിന്റെ ആവശ്യം ഇല്ല. ബ്രേക്കിംഗ് ഡൗൺ ഓഫ് CC bonds of complex organic molecules by oxidation cells leading to the release of lot of energy is called cellular respiration. What is the favored substrate for respiration? Glucose is the favored substrate. Fats and proteins can also be broken down to yield energy. The initial stage of cellular respiration takes place in dash. എവിടെയാ? ക്ലിയർലി കൊടുത്തിട്ടുണ്ട് സമ്മറിയിൽ, സൈറ്റോപ്ലാസം. ഇനീഷ്യൽ സ്റ്റേജ് ഏതെവരെ മെയിൻ ചെയ്യുന്ന സെല്ലുലാർ റെസ്പിറേഷനിൽ? ഗ്ലൈക്കോളിസിസ് ബീങ് ദ യൂണിവേഴ്സൽ പ്രോസസ്, അതാണ് മെയിൻ ചെയ്തത്. ഇനി each glucose molecule is broken through a series of enzyme catalyzed reactions into 2 molecules of pyruvic acid. എത്ര മോളിക്യൂൾസ് കിട്ടി? into dash molecules of dash എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് 2 molecules of pyruvic acid ആണ്. ഈ ഈച്ചും നോട്ട് ചെയ്യുക, each glucose molecule. ഇനി this process called glycolysis. The fate of the pyruvate depends on what dash and dash. നോട്ട് നമ്മൾ എന്താ പറയും? ഫേറ്റ് ഓഫ് പൈറുവേറ്റ്. ഈ പൈറുവേറ്റിന് അനേറോബിക് നടക്കണോ എയറോബിക് നടക്കണോ എന്ന് ഏത് 2 കാര്യത്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓക്സിജൻ ഉണ്ടോ ഇല്ലയോ, അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ, ആൻഡ് ഇഫ് ദ ഓർഗാനിസം ക്യാൻ ടേക്ക് അപ്പ് ഓക്സിജൻ ഓർ നോട്ട്. എയറോബിക് ആണോ അനേറോബിക് ആണോ ഓർഗാനിസം. പിന്നെ ഓക്സിജൻ എൻവയൺമെന്റിൽ ഉണ്ടോ യൂട്ടിലൈസബിൾ ഫോമില്, അല്ല ഇല്ലയോ. അപ്പോൾ ആ കാര്യം പഠിച്ചു. ഫേറ്റ് ഓഫ് ദ പൈറുവേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ് ആൻഡ് ഡാഷ്, അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ആൻഡ് ഓർഗാനിസം. ഇനി under anaerobic conditions either lactic acid fermentation or alcoholic fermentation occurs. അത് നമുക്കറിയാം അനേറോബിക്കില് ഏതൊക്കെയാ നടക്കുന്ന ഫെർമെന്റേഷൻ ആണ്, either lactic acid or alcohol fermentation. ഇനി fermentation takes place under anaerobic conditions in many prokaryotes, unicellular eukaryotes and in germinating seeds. അതും ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ഫെർമെന്റേഷൻ അനേറോബിക് കണ്ടീഷൻസിൽ നടക്കുന്നതിന്റെ എക്സാമ്പിൾ പ്രോകരിയോട്ടിൽ നടക്കാം, യൂണിസെല്ലുലാർ യൂക്കരിയോട്ടിൽ നടക്കാം, ജെർമിനേറ്റിംഗ് സീഡ്സിൽ നടക്കാം. ഇനി ഇൻ യൂക്കരിയോട്ടിക് ഓർഗാനിസം
ഇതില് എന്താ aerobic respiration occurs in presence of oxygen അതറിയാം. Pyruvic acid is transported into mitochondria where it is converted into acetyl-CoA with the release of CO2. Acetyl-CoA then enters the tricarboxylic acid pathway or Krebs cycle operating in the matrix of mitochondria. NADH plus H plus and FADH2 are generated in the Krebs cycle. The energy in these molecules as well as that in the NADH plus H plus synthesized during glycolysis are used to synthesize ATP. This is accomplished through a system of what? System of electron carriers called ETS located where? In the inner membrane of mitochondria. And the electrons as they move through the system release enough energy that are trapped to synthesize ATP. This is called oxidative phosphorylation. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫോർമേഷൻ ഓഫ് ഡയറക്റ്റ് നമുക്ക് ആക്ച്വലി വായിക്കും ശരിയാന്ന് തോന്നുന്നു. എന്താ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ? എന്താ ഫോസ്ഫോറിലേഷൻ ഓഫ് ADP ഇൻറ്റു ATP എന്നാണ് ഡയറക്ട്ലി പറഞ്ഞത്, ഫോസ്ഫേറ്റിന്റെ ട്രാൻസ്ഫർ എന്ന്. പക്ഷെ നമ്മൾ ടിക്ക് ചെയ്ത ആൻസർ എന്താ? ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ, അതായത് ഓപ്ഷൻ D ആണ് നമ്മൾ ടിക്ക് ചെയ്തത്. എന്നൊന്നുകൂടി കാണിച്ചത് അത് ഈ ക്വസ്റ്റ്യൻ. ഓക്സിഡേറ്റീവ് phosphorylation is formation of ATP by energy released from electrons removed during substrate oxidation. ഇത് ആക്ച്വലി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അല്ല, 1 അല്ല 4 ആണ് ആൻസർ എന്ന് പറയാൻ കാരണം എന്താ? സമ്മറിയിലെ ഈ സെന്റൻസ് സമ്മറി വായിച്ചൊരാൾക്ക് ഇത് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും. ഇലക്ട്രോൺസ് ആസ് ദേ മൂവ് ത്രൂ ദ സിസ്റ്റം റിലീസ് ഇനഫ് എനർജി that are trapped to synthesize ATP. This is called oxidative phosphorylation. In this process, oxygen dash is the ultimate acceptor of electrons. Oxygen is the ultimate acceptor of electrons and it gets reduced to what? Answer in the water. Any respiratory pathway is amphibolic. I'll both anabolism and catabolism ഉണ്ട്. Any respiratory quotient depends upon the type of respiratory substance used during respiration. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചാപ്റ്റർ ഡിസ്കഷൻ എൻഡ് ചെയ്യാണ്. ഇതിൽ നമ്മൾ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു, ബാലൻസ് ഷീറ്റ് നമ്പേഴ്സ് ഡിസ്കസ് ചെയ്തു, ATP ഡിസ്കസ് ചെയ്തു, പെർ ഗ്ലൂക്കോസ് മോളിക്യൂൾ, പെർ ടേൺ ഓഫ് ക്രെബ്സ് സൈക്കിൾ. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ടേംസ്. അതായത് ആ ടേം ക്വസ്റ്റ്യനിൽ കണ്ടാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, അല്ലെങ്കിൽ ഇഗ്നോർഡ് ആവും. പക്ഷെ ഇഗ്നോർ ചെയ്യരുത്. കാരണം എന്താ? പെർ ടേൺ ആണോ, പെർ ക്രെബ്സ് സൈക്കിൾ ആണോ, അല്ല ടോട്ടൽ പെർ ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണോ, എത്ര ടേൺസിനാണ് ചോദിക്കുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. So that ends our discussion. Part 1, 2 and 3 of the chapter Respiration in Plants. Important chapter ആണ്. Maximum questions solve ചെയ്യുക. Previous year questions നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് along with NCERT solution. NCERT വായിക്കുക. ആ സൈക്കിൾസ് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും റിവൈസ് ചെയ്യുക. ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ കോൺസ്റ്റിറ്റ്യുവൻസ് കോംപ്ലക്സസ് എത്ര എനർജി റിലീസ്ഡ്, അല്ലെങ്കിൽ എത്ര പ്രോട്ടോൺസ് പംപ്ഡ് പെർ സൈക്കിൾ, അല്ലെങ്കിൽ പെർ NADH അല്ലെങ്കിൽ പെർ FADH2 അത് എത്രയാണെന്ന് അറിഞ്ഞിരിക്കുക. This ends our discussion. Happy studying and thank you.